ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലൂബു വേൾഡ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കിടിലൻ ദോശ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശ റെസിപ്പിയാണ്. അപ്പോൾ രാത്രിയിലൊക്കെ നമ്മൾ അരി വെള്ളത്തിലിടാൻ മറക്കുമല്ലോ. അപ്പോൾ രാവിലെ എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. അതേപോലെ അരി വെള്ളത്തിൽ കുതിർത്തി അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഒരു കിടിലൻ ദോശ റെസിപ്പിയാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിനുവേണ്ടി 1.5 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/4 കപ്പ് റവയും 1/2 കപ്പ് തേങ്ങ ചിരകിയതും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ. അതിനുശേഷം പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഒരു ദോശമാവ് രൂപത്തിൽ നമുക്കിതൊന്ന് കലക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ കട്ട കെട്ടാത്ത രീതിയിൽ നമുക്കിതൊന്ന് കലക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് ലൂസാവണ്ട. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ ബാറ്റർ. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയും മതി കേട്ടോ. ഒരുപാട് അങ്ങ് ടൈറ്റ് ആവും വേണ്ട, അതുപോലെ ഒരുപാട് ലൂസും വേണ്ട. അത് ഈ ഒരു രൂപത്തിലായിരിക്കണം നമ്മളെ മാവ് വേണ്ടത്. ഒരു ദോശമാവ് പരുവായിരിക്കും കേട്ടോ ഏകദേശം. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പം തന്നെ നമുക്കത് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ഓയിലും സ്പ്രെഡാക്കിയതിന് ശേഷം നമുക്ക് മാവ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഒരു 1.25 തവി മാവ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ദോശ ചുടുന്ന അതേ പരുവത്തിൽ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടിയിലല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നോൺ സ്റ്റിക്ക് പാനിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലും കുറച്ച് ഓയിലും സ്പ്രെഡാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ചു മറിച്ചിട്ടൊക്കെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി രാവിലെ അരി വെള്ളത്തിലിടാൻ മറന്നതിൻ്റെ പേര് ദോശ ഉണ്ടാക്കാതിരിക്കണ്ട കേട്ടോ. അപ്പോൾ കുറച്ച് റവയും അതുപോലെ കുറച്ച് മൈദയും, ഈ മൈദാമാവിന് പകരം നമുക്ക് ആട്ടപ്പൊടി ചേർക്കാം കേട്ടോ. പക്ഷേ ഈ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിലും നമുക്കൊരു ഹെൽത്തി ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ നല്ല സൂപ്പർ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. നമ്മൾ ഏത് കറിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ഒരു സിമ്പിൾ റെസിപ്പി വീഡിയോ ആയിരുന്നല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും, നമസ്കാരം.